നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് GST 3Bയിലെ ടേബിൾ 3.1 ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടേബിൾ 3.1ൽ നമുക്ക് എന്തെല്ലാം കോളങ്ങൾ ഫില്ല് ചെയ്യണം, അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം GST ലോഗിൻ ചെയ്തതിന് ശേഷം 3Bയിലേക്ക് വരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം GST ലോഗിൻ ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ പീരീഡ് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ 22-23 ഏപ്രിൽ മാസത്തെ റിട്ടേൺ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ സെർച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ 3B, അതേപോലെ ഇപ്പോൾ GST 1ൻ്റെ ഡേറ്റ് 11/5, 3Bയുടെ 20/5 അപ്പോൾ നമ്മൾ അതായത് നമ്മളെ ടേബിൾ 3.1 പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ ആദ്യം പ്രിപ്പയർ ഓൺലൈനിൽ വരിക. പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു മാസം നമുക്ക് സെയിലും പർച്ചേസും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ഡു യു വാണ്ട് ടു ഫയൽ നീൽ റിട്ടേൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫയൽ ചെയ്യാം. അപ്പോൾ നമുക്കിത് ടേബിൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളത് ഇവിടെ നോ കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. അപ്പോൾ നമ്മൾ GST 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയൽഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിൽ ഒരു സ്റ്റാറ്റസ് കാണിക്കും. ഇവിടെ നോട്ട് ഫയൽഡ് എന്ന് കാണിക്കണം. അത് എപ്പോഴും നമ്മൾ 3B ഫയൽ ചെയ്യുമ്പോൾ GST 1 ഫയൽ ചെയ്തതിന് ശേഷമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ എന്നാൽ നമുക്ക് ആ സെയിൽസിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആയി വരും. അതുപോലെ തന്നെ GST 2B ഈ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആയതിനു ശേഷം ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, 3B ചെയ്യേണ്ടത്. അപ്പോൾ GST 2B എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 15-ാം തീയതിക്ക് ശേഷമായിരിക്കും ആക്റ്റീവ് ആവുക. അപ്പോൾ അതിന് ശേഷം എപ്പോഴും ശ്രമിക്കുക. നിങ്ങൾ ഏത് GST 3B അതായത് 2B ആക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ GSTR 2Bയിലേക്ക് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മാസങ്ങളിൽ 2B ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ പർച്ചേസിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. അത് വന്നിട്ടില്ലെങ്കിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഫയൽ ചെയ്യുക. ഇപ്പോൾ 15-ാം തീയതിയാണ് കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 16-ാം തീയതി ആയിട്ട് ഫയൽ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നമ്മളിതിൻ്റെ ടേബിൾ 3.1 പരിചയപ്പെടാനാണ് നമ്മളിത് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് 3.1 ടാക്സ് ഓൺ ഔട്ട്വേർഡ്സ് ആൻഡ് റിവേഴ്സ് ചാർജ് ഇൻവേർഡ് സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേബിളാണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 1, 2, 3, 4, 5 അതായത് 5 ലൈന് കാണാം. 5 ലൈൻ എന്ന് പറഞ്ഞാൽ 5 അതായത് 5. അപ്പോൾ 3.1 ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, നമുക്ക് 1, 2, 3, 4, 5 ടൈപ്പ് ഡാറ്റയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈസ് അതർ ദാൻ സീറോ റേറ്റഡ്, നിൽ റേറ്റഡ് ആൻഡ് എക്സംപ്റ്റഡ്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഇത് ടാക്സബിൾ സപ്ലൈസ് മാത്രമാണ് ഈ ഒരു കോളത്തിൽ കൊടുക്കേണ്ടത്. ടാക്സബിൾ വാല്യൂ എത്രയാണെങ്കിൽ, അതേപോലെ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് എത്രയാണ്, അതേപോലെ സെൻട്രൽ ടാക്സ് എത്ര, സ്റ്റേറ്റ് ടാക്സ് എത്ര, സെസ് എത്ര, അത് ഇത് ഈ ഒരു കോളത്തിൽ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ടതുള്ളത്. പിന്നെ അടുത്തത് B, ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈസ് സീറോ റേറ്റഡ്. അപ്പോൾ സീറോ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ നടത്തിയ സപ്ലൈകളിൽ ഏതെങ്കിലും സീറോ റേറ്റഡ് സപ്ലൈസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ടിൻ്റെ അതിൻ്റെ വാല്യൂ എത്ര വെച്ചാൽ ആ വാല്യൂ, അതേപോലെ തന്നെ അതിൽ നിങ്ങൾ ടാക്സ് എന്തെങ്കിലും കേരളത്തിന് പുറത്തേക്ക് എന്തെങ്കിലും ടാക്സോ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുക. സെസ്സോ അതായത് IGSTയോ CGSTയോ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ കാണിക്കുക. അപ്പോൾ സീറോ റേറ്റഡ് അതായത് സീറോ റേറ്റഡിൽ ചിലപ്പോൾ ഒന്നും കളക്ട് ചെയ്യാതെ പോയിട്ടുണ്ടോ, ചിലപ്പോൾ സെൻട്രൽ ടാക്സും മറ്റും കളക്ട് ചെയ്യാതെ IGST ആയിട്ടും അത് സെസ് ആയിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കോളത്തിൽ കാണിക്കേണ്ടത്. അടുത്ത കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി എക്സംപ്റ്റഡ് ആണ്. അതായത് ടാക്സ് ഇല്ല, നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് നമ്മൾ നടത്തിയ സപ്ലൈ സീറോ റേറ്റഡ് അല്ലെങ്കിൽ അതേപോലെ നിൽ റേറ്റഡ് ആയിരിക്കും. അതായത് ഒരു ടാക്സും കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് നമ്മുടെ ടാക്സബിൾ വാല്യൂ ഇപ്പോൾ 50,000 രൂപയാണെങ്കിൽ 50,000 രൂപ തന്നെ ആയിരിക്കും നമ്മൾ ഏത് കസ്റ്റമർ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഡീലർ കയ്യിൽ നിന്നോ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 0%, അതായത് ഒന്നും കളക്ട് ചെയ്യുന്നതാവില്ല, 50,000 തന്നെയാവും. ടാക്സ് എക്സ്ട്രാ കളക്ട് ചെയ്യുന്നതാവില്ല. ആ എമൗണ്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. അടുത്ത കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ് സപ്ലൈസ് ലാബിൾ ടു റിവേഴ്സ് ചാർജ് ആണ്. ഇത് GTA കേസ് അല്ലെങ്കിൽ നമ്മൾ അൺരജിസ്റ്റേർഡ് പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് ടാക്സബിൾ പർച്ചേസ്, അതായത് ഇപ്പോൾ ഒരു 5,000-ന് മേലെ ഉള്ള അതായത് അൺരജിസ്റ്റേർഡ് പർച്ചേസൊക്കെ നമ്മൾ റിവേഴ്സ് ചാർജ് അടക്കണം. അതായത് GTA കേസ്, അതായത് ഇൻവേർഡ് സപ്ലൈ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസാണെങ്കിൽ നമ്മൾ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ GTA വരുന്നുണ്ട്. അതായത് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിലാണെങ്കിൽ നമ്മളെ എത്രയാണോ നമ്മളെ ഇൻവേർഡ്, അതായത് നമ്മുടെ സർവീസ് നമ്മൾ എത്രയാണ് വന്നിട്ടില്ലെങ്കിൽ അതിനിപ്പോൾ ഒരു 10,000 ആണെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് ഇപ്പോൾ 18 ആണെങ്കിൽ 18% എന്ത് ചെയ്യണം, നിങ്ങൾ റിവേഴ്സ് ചാർജ് വിത്തിൻ കേരള ആണെങ്കിൽ CGST ആയിട്ടും SGST ആയിട്ടും എന്ത് ചെയ്യുക, അടച്ചിരിക്കണം. അത് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാം. നിങ്ങളെ കോളം ആളതർ ITCയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് റിവേഴ്സ് ചെയ്യുക. ആളതർ ITCയിലല്ല, റിവേഴ്സ് ചാർജിൻ്റെ ഒരു കോളം ഉണ്ട് നമ്മളെ ITCയിൽ, അതിൽ നമുക്ക് എന്ത് ചെയ്യുക, അടച്ച എമൗണ്ട് തന്നെ ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ എത്രയാണോ വാല്യൂ വരുന്നത് അതിൻ്റെ മേലെ എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം. ആ അടച്ച എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുന്നതിനാണ് ഇൻവേർഡ് സപ്ലൈസ് ടു ലാബിലിറ്റി റിവേഴ്സ് ചാർജ് പറയുന്നത്.
അടുത്ത നോൺ ജി എസ് ടി ഔട്ട്വേർഡ് സപ്ലൈസ് ആണ്. അതായത് നോൺ ജി എസ് ടി ഔട്ട്വേർഡ് സപ്ലൈസ് ജി എസ് ടി ഇല്ലാത്ത പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ പെട്രോളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതാണ് ഇതിൽ നമ്മൾ സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിൽ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ ആദ്യത്തെ കോളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ സീറോ റേറ്റഡ് ആണ്. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എക്സെപ്റ്റഡ് അല്ലെങ്കിൽ സീറോ റേറ്റഡ് ആയ ഗുഡ്സുകളാണ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ടാക്സ് ഇല്ലാത്ത അതായത് കളക്ട് ചെയ്യാതെ നമ്മൾ സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിലാണ് മൂന്നാമത്തെ കോളത്തിൽ. അതായത് അതർ ഔട്ട്വേർഡ് സപ്ലൈസ് നിൽ റേറ്റഡ് എക്സെപ്റ്റഡ്. പിന്നെ അടുത്തത് GTA കേസോ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് പർച്ചേസ് ആണ്. അതായത് നമ്മൾ ടാക്സബിൾ ആയ ഗുഡ്സ് നമ്മൾ ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ മേലെ നമ്മൾ ടാക്സ് അടച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ITCയിൽ നമുക്ക് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ടാക്സ് അടച്ചിട്ട് അത് ഡിക്ലെയർ ചെയ്യണം, എന്നിട്ട് ആ ടാക്സ് നമുക്ക് റിവേഴ്സ് ചെയ്ത് കാണിക്കാം. അതേപോലെ നോൺ GST ഔട്ട്വേർഡ് സപ്ലൈ ആണ്. അത് നമ്മൾ GSTയിൽ ഉൾപ്പെടാത്ത ഗുഡ്സ് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെ ഞാൻ ഈ കോളങ്ങൾ ഫില്ല് ചെയ്യാൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 18%, 12% എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കോളത്തിൽ കാണുന്നേക്ക് 5% ടാക്സ് അവിടെ CGST, അതിൻ്റെ IGST, SGST ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ 12% ഉണ്ട്, 18% ഉണ്ട്, പിന്നെ ഇവിടെ 0% ഉണ്ട്. അപ്പോൾ ഈ കോളത്തിൽ നമ്മൾ ആദ്യത്തെ കോളത്തിൽ കാണിക്കുമ്പോൾ നമ്മൾ ഏതാണ് കാണിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 5, 12, 18% ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കോളത്തിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ കൺസോൾഡേറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അതായത് ഓരോന്നും സെപ്പറേറ്റ് പെർസെൻറ്റേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. 3Bയിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ GST ഫണ്ടിൽ നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് ഇതിൽ വരും. അതായത് GST ഫണ്ടിൽ നമ്മൾ B2Cയിൽ നമ്മൾ B2C ആണെങ്കിൽ B2Bയിലാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് നമ്മൾ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിലേക്ക് വരും. അപ്പോൾ അങ്ങനെ അതായത് അത് നിങ്ങളത് അങ്ങനെ അതായത് നിങ്ങൾ മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് GST ഫണ്ടിൽ അങ്ങനെ ചെയ്ത് GST ഫണ്ട് ഫയൽ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് വരും. അല്ലാത്ത കേസ് നമ്മളത് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം നമ്മുടെ ഈ ടാക്സിബിൾ വാല്യൂ വരുന്നത് ആദ്യം ഈ 5%, 12%, 18% ടോട്ടൽ വാല്യൂ, ടോട്ടൽ സം എത്ര വരിച്ചാൽ ഈ എമൗണ്ട് ആണ്. 1,75,500 ആണ് ടോട്ടൽ ടാക്സിബിൾ വാല്യൂ വരുന്നത്. അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. 1,75,500, 1,75,500. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ IGSTൻ്റെ ടോട്ടൽ ടാക്സ് എത്രയാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് 6,100 വരുന്നത്. ആ 6,100 ഇവിടെ കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തത് എത്ര എമൗണ്ട് ആണ്, അതേപോലെ സ്റ്റേറ്റ് ടാക്സ് ആയിട്ട് എത്ര കളക്ട് ചെയ്തിട്ടുള്ളത് ഈ എമൗണ്ടുകൾ 8,002 ഈക്വൽ ആയി 8,137.50 ആണ്. അവിടെ 8,137.50 അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അപ്പുറത്തെ കോളത്തിൽ അത് ബില്ലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ടോട്ടൽ സപ്ലൈ, അതായത് നമുക്ക് ഈ എക്സലിൽ കാണാം ഈ ഒരു മാസത്തെ നമ്മൾ ടോട്ടൽ ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,75,500 ആണ്. അതിൻ്റെ ടാക്സ് 6,100 IGST ആയിട്ടും 8,137 CGST ആയിട്ടും അതേപോലെ ഇത് SGST ആണ്. അപ്പോൾ അത് 8,137 SGST ആയിട്ടും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എമൗണ്ട് ആണ് നമ്മൾ ടോട്ടൽ ആ മാസം സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1,75,500 ആണ്. അതിൽ 6,100 ഇൻറ്റഗ്രേറ്റഡ് ടാക്സും സെൻട്രൽ ടാക്സ് 8,137.50 ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സപ്ലൈയിൽ ഒന്നുകൂടി ഉണ്ട്, അതായത് സെയിൽസ് അറ്റ് 0% 5,200. അപ്പോൾ സെയിൽസ് അറ്റ് 0% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ട കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ഔട്ട്വേർഡ് സപ്ലൈസ് നിൽ റേറ്റഡ്, ടാക്സ് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ എമൗണ്ട് എത്ര വരുന്നത് 5,200 ആണ്. അപ്പോൾ 5,200 ഇവിടെ കാണിച്ചു. 5,200 കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ആ മാസത്തെ എന്ത് ചെയ്യും, സെയിൽസിന് ഡീറ്റെയിൽ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ഫില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സെയിൽസുമായി ബന്ധപ്പെട്ട ഡാറ്റ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കാണുന്ന അതായത് നിങ്ങൾ എക്സ്പോർട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതർ ഔട്ട്വേർഡ് ടാക്സ് 0 റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ 0 റേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ അത് ഈ കോളത്തിൽ നമുക്ക് ഇവിടെ വരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങൾക്ക് ടാക്സബിൾ സപ്ലൈ ഒന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, അതേപോലെ കേരളത്തിനകത്തുള്ള സപ്ലൈ ആയിരിക്കും. ആ 2 മെത്തേഡ് നമ്മളിവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതായത് സെയിൽസ് നമ്മൾ 5% കേരളത്തിന് പുറത്തേക്കും വിറ്റിട്ടുണ്ട്, അതേപോലെ കേരളത്തിനകത്തും വിറ്റിട്ടുണ്ട്. 12%, 18%. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ അതർ ഔട്ട്വേർഡ് സപ്ലൈസ് നിൽ റേറ്റഡ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇൻവേർഡ് സപ്ലൈസ് ലാബിൾ ടു റിവേഴ്സ് ചാർജ്, അത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞു. അതായത് നിങ്ങൾ ഒരു ഉദാഹരണം, നിങ്ങൾ ലോക്കൽ ഫ്രൈറ്റ് നിങ്ങൾ എന്ത് ചെയ്തു, ലോക്കൽ ഫ്രൈറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ്. അത് 5,000 രൂപ, 5,000 രൂപയുടെ മേലെ, അതായത് ഒരു 8,000 രൂപ വന്നിട്ടുണ്ട്.
ആ 8000 രൂപയുടെ മേലെ നിങ്ങൾക്ക് 18% അതിൻ്റെ ടാക്സ് വരുന്നുണ്ടെങ്കിൽ ആ 18% കേരളത്തിനുള്ളിലാണെങ്കിൽ 18%. അപ്പോൾ എത്ര എമൗണ്ട് വരുന്നത്? ഏകദേശം 1440 രൂപ ഉണ്ട്. അപ്പോൾ ഈ 8000 രൂപ നമ്മുടെ, അതായത് ആ പാർട്ടി നമ്മളെ, അത് അൺരജിസ്റ്റേർഡ് പാർട്ടിയാണ് അല്ലെങ്കിൽ വേറെ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയാണ്. അപ്പോൾ അവർ നമ്മളെ കയ്യിൽ നിന്ന് ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ കളക്ട് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ 1000 ഇവിടെ ഈ എമൗണ്ട് ഇൻവേർഡ് സപ്ലൈസിൽ 8000 പ്ലസ് ഇവിടെ 1440 എന്ത് ഈ ടാക്സ് കൂടി നമ്മൾ അടക്കണം. ഈ അടച്ച എമൗണ്ട് നമ്മൾ 3Bയിൽ എന്ത് ചെയ്യണം? കാണിക്കണം. അതായത് അല്ല, ഈ അടച്ച എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക, ITC ആയിട്ട് റിവേഴ്സ് ചെയ്യുക. അപ്പോൾ അത് ഈ ഒരു കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളിവിടെ കൺഫേം കൊടുത്തിട്ട് നിങ്ങളെ ഈ ടേബിൾ കംപ്ലീറ്റ് ആയി. അതായത് നിങ്ങളെ സെയിൽസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തു, നിങ്ങൾ റേറ്റഡ് ആയ ഗുഡ്സിൻ്റെ സപ്ലൈ വെച്ചാൽ അത് കൊടുത്തു, അതേപോലെ റിവേഴ്സ് ചാർജിൻ്റെ കേസ് കൊടുത്തു. റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോഴും അതേപോലെ അല്ല ഗുഡ്സ് അൺരജിസ്റ്റേർഡ് ഡീലറെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും അതേപോലെ ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ GST കളക്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? റിവേഴ്സ് ചാർജ് വരും. അപ്പോൾ നമ്മൾ ഗുഡ്സ്, അതായത് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടി, അതായത് URP, അതായത് അൺരജിസ്റ്റേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു 15000 രൂപയുടെ സാധനം വാങ്ങി ഏകദേശം ഒരു 12% ടാക്സ് ഉള്ളതാണെങ്കിൽ, അത് കേരളത്തിനുള്ളിലാണെങ്കിൽ, അത് ഉദാഹരണം കേരളത്തിൽ ഇപ്പോൾ IGST നമ്മൾ കാണിച്ചു, അപ്പോൾ കേരളത്തിനുള്ളിലാണെങ്കിൽ ഇവിടെ 6% വരിക. അപ്പോൾ ഇൻറ്റു 6%, അപ്പോൾ 900 എന്ന് GST SGST വരും. അപ്പോൾ ഈ 15000, അപ്പോൾ ടോട്ടൽ നമ്മൾ കാണിക്കേണ്ട ഇൻവേർട്ട് സപ്ലൈയിൽ രണ്ടും കൂടി കൂട്ടി കാണിക്കണം. അപ്പോൾ 23000 ആയി. അതേപോലെ IGST 1440 ആയി. അതേപോലെ തന്നെ നമ്മളെ സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ് സെപ്പറേറ്റ് കാണിക്കണം. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് അപ്പോൾ ഈ ടോട്ടൽ 23000 വരിക. അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് വരുന്നത് ഇവിടെ 23000 ആണ്. അതേപോലെ തന്നെ നമ്മുടെ CGST 900, അല്ല CGST 900 ഇവിടെ 1450 കൊടുത്തു ഓൾറെഡി അവിടെ. ഇനി CGST 900, SGST 900. അപ്പോൾ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ വന്നിട്ടുണ്ടാവും. ഈ എമൗണ്ട് എന്ത് ചെയ്യുക? നമുക്കിത് ഈ എമൗണ്ട് നമ്മൾ അടക്കണം, ഇത് ലാബിലിറ്റിയാണ്. ഈ എമൗണ്ട് അടച്ച് ഈ റിവേഴ്സ് ചാർജ് നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യണം. ക്യാഷ് ആയിട്ട് പേ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നമുക്ക് എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക, ITC പോയിട്ട് റിവേഴ്സ് ചെയ്യുക. ഈ എമൗണ്ട് തന്നെ നമുക്ക് തിരിച്ച് ഇൻപുട്ടായിട്ട് എടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതായത് ടേബിൾ 3.1 മനസ്സിലായി വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.